ആധികാരികമായ വിജയം ഉറപ്പിച്ചു പറയുന്നു. നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അത് ഇത്തവണ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്കുണ്ടാകും. അതിപ്പോ സ്ഥാനാർത്ഥി നിർത്തിയാലും ഡമ്മിയാണല്ലോ. അവരൊരുമിച്ചല്ലേ മത്സരിക്കുന്നത്. CPM-ഉം BJP ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ നിർത്തുമോ ഇല്ലയോ, ഒരു ഡമ്മി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയം, അതവരുടെ ഇഷ്ടം. പക്ഷേ CPM-ഉം BJP-യും അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയാലും അവരുടെ പ്രവർത്തകർ പോലും അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട്. സഖ്യമായിട്ടല്ലേ മത്സരിച്ചത്, സഖ്യമായിട്ടല്ലേ അവിടെ സമരങ്ങൾ ചെയ്തത്, സഖ്യമായിട്ടല്ലേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചത്. അവരുടെ പ്രവർത്തകർ പോലും അത് ഏറ്റെടുത്തില്ല. ഞാൻ ചോദിക്കുന്നത്, CPM-ന്റെ MLA ആയിരുന്ന ആള് മത്സരിക്കുന്നത് കോൺഗ്രസിന് ദോഷമാണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ശ്രീ PV അൻവർ പിടിക്കുന്ന ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചു, ഒറ്റ വോട്ട് ശ്രീ PV അൻവറിന്റെ ഒറ്റ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നതെന്ന് വിചാരിച്ചു. ആ വോട്ട് കഴിഞ്ഞവണ് ആർക്ക് കിട്ടിയതാ? CPM-ന് കിട്ടിയതല്ലേ. ആ വോട്ട് മാറുമ്പോൾ അതെങ്ങനെ കോൺഗ്രസിന് ദോഷമാകുക? അത് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ, വീഴുന്നില്ലയോ, അത് രണ്ടാമത്തെ വിഷയം. ഓരോ വോട്ട് CPM-ൽ നിന്ന് കുറഞ്ഞോ? ഇത് തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റ് അല്ലേ. ആ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റിൽ CPM-ന്റെ കുറയുന്ന ഓരോ വോട്ടും അത് കോൺഗ്രസിനല്ലേ UDF-നല്ലേ സ്വാഭാവികമായിട്ട് വെച്ചുണ്ടാകുക. അത് കോൺഗ്രസിന്റെ വോട്ടായിരുന്നില്ലല്ലോ. ഞാനതാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ CPM-കാരൻ സൃഷ്ടിക്കുന്ന അജണ്ട വെച്ചിട്ട് നമ്മൾ പോകാതെ, അദ്ദേഹം UDF-ന്റെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി ഒന്നും അല്ലല്ലോ ശ്രീ PV അൻവർ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാള്. ആ ആളുടെ സ്വതന്ത്രമായ നിലപാടാണെങ്കിൽ പോലും അത് CPM വിരുദ്ധമാണ് അല്ലേ. CPM-നാണ് നഷ്ടം. അതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. അത് ഇപ്പം PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു മുൻ MLA ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കൂടെ നിർത്തേണ്ടത് യൂത്ത് കോൺഗ്രസ് ലെവലിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമല്ല. അത് കൈകാര്യം ചെയ്യാൻ ഗൗരവതരമായ കോൺഗ്രസിന്റെയും UDF-ന്റെ നേതാക്കന്മാരുണ്ട്. അവരതിന് കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. ഇന്ന് KPCC പ്രസിഡന്റ് മറുപടി പറഞ്ഞല്ലോ ആ വിഷയത്തിനകത്ത്. ഓരോരുത്തരും പറയേണ്ടുന്ന മറുപടികളുണ്ടല്ലോ. ഞാൻ പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയേണ്ട മറുപടികളാണ്. KPCC പ്രസിഡന്റ് പറയേണ്ട മറുപടികൾ അദ്ദേഹം പറയും. UDF കൺവീനർ പറയേണ്ട മറുപടികൾ അദ്ദേഹം പറയും. ഒന്നാമത്തെ കാര്യം, ശ്രീ PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം. അങ്ങനെ തീരുമാനിച്ചാൽ പോലും ആ കുറയുന്ന ഒരു വോട്ട് CPM-ന്റെ വോട്ടാണ് കുറഞ്ഞത് അല്ലേ. നഷ്ടമാർക്കാണ് CPM-ല്ലേ. CPM-ന്റെ ഒരു വോട്ട് കുറഞ്ഞു. ആദ്യം PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. നമ്മൾ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ ഡിക്ലറേഷൻ പോലും ആയിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട സമയമായിട്ടില്ലല്ലോ. ആ പ്രക്രിയയെല്ലാം കഴിഞ്ഞ് ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരുന്നു എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇനി കേരളത്തിനകത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. കേരളമാണ് നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ വോട്ട് മുഴുവൻ UDF-ന്റേതാണ്.